ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് കുടംപുളി പറിച്ചെടുക്കാം. ഇപ്പോൾ ധാരാളമായി കുടംപുളി പഴുത്ത് പൊഴിയുന്ന സമയമാണ്. ഈ മരത്തിൽ നിന്നും ധാരാളം പുളികൾ പഴുത്ത് പൊഴിഞ്ഞു വീണിട്ടുണ്ട്. ഇനി കുറച്ച് പുളികളും കൂടിയേ ഉള്ളൂ. നമുക്ക് കഴിയുന്ന ദൂരത്തിൽ നിന്നും കുറച്ച് നമ്മൾ പഴുത്തത് പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കേരളീയർക്ക് മീൻകറി വെക്കാൻ ഈ കുടംപുളി തന്നെ വേണം. കുടംപുളി ചേർത്ത് വെക്കുന്ന മീൻകറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നന്നായിട്ട് പഴുത്ത ഈ പുളി തേങ്ങ അരച്ച് ചേർത്ത ചാറ് കറിക്ക് നമ്മളെ ഉപയോഗിക്കാറുണ്ട്. ഈ പുളി നമുക്ക് അച്ചാറിടാനും നല്ലതാണ്. ഇന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ഈ പുളി കൂടി നമുക്ക് പൊട്ടിച്ച് വെയിലത്ത് വെക്കാം. നന്നായിട്ട് പഴുത്ത് വന്ന പുളി ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തിയാൽ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ അരിയൊക്കെ നമുക്ക് മാറ്റി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. വിറകടുപ്പിൻ്റെ മുകളിൽ ചെറിയ തട്ടുണ്ടാക്കി അതിൽ വെച്ചും ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. ഗ്യാസ് സംബന്ധമായും വയറ്റിലുണ്ടാകുന്ന ഒട്ടുമിക്ക വയറുവേദന രോഗങ്ങൾക്കൊക്കെ ഈ പുളി ഒരു ഔഷധം കൂടിയാണ്. ഈ പുളി മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. നമ്മുടെ വീട്ടുവളപ്പിൽ സ്ഥലമുള്ളവരൊക്കെ ഇതേപോലെ 2-3 പുളിയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഇത്. വീഡിയോ കാണുന്നവരുടെ ആരുടെയെങ്കിലും വീടുകളിൽ ഇതേപോലെയുള്ള കുടംപുളി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളിത് ഉണക്കി പാകപ്പെടുത്തുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നന്നായിട്ട് നമ്മൾ പഴുത്ത് കഴിഞ്ഞ് പറിച്ചെടുക്കാവൂ. പച്ച പുളിയാണെങ്കിൽ നമുക്ക് ഉണക്കിയെടുത്താൽ കയ്പുണ്ടാവും. കടകളിൽ നിന്ന് വാങ്ങുന്ന ചില പുളികൾക്കൊക്കെ കയ്പ് രസം അതാണ് ഉണ്ടാകുന്നത്. പച്ച പുളി ഉണക്കിയെടുക്കുന്നതാണ്. ഈ പുളി പഴുത്താലേ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പച്ച പുളിയാണെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കാനും ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അരി കളയാനും ബുദ്ധിമുട്ടാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.